നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. പൊതുജനവികാരം വെച്ചുള്ള കളി അപകടമെന്ന് LCBO സമരം തന്നെ പഠിപ്പിച്ചെന്ന് ഓന്റാരിയോ പ്രീമിയർ ഡക്ക് ഫുഡ്. 17 ദിവസം നീണ്ടുനിന്ന LCBO സമരം അവസാനിക്കുമ്പോൾ മദ്യം പോലെ ജനസമ്മതമായ ഒരു വസ്തു പെട്ടെന്ന് ലഭ്യമല്ലാതെയാകുമ്പോൾ ഉണ്ടാകുന്ന ജനവികാരം ഞാൻ കണ്ടും കേട്ടും അറിഞ്ഞെന്നും ഓന്റാരിയോയുടെ എന്നല്ല കാനഡയുടെ തന്നെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് മദ്യവിതരണ ശൃംഖല ഇത്ര ദിവസം അടഞ്ഞുകിടക്കുന്നതെന്നും യൂണിയനുകളുമായി കരാറിൽ എത്തിയതോടെ നാളെ മുതൽ സ്റ്റോറുകളുടെ പ്രവർത്തനം സാധാരണ നിലയിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഡക്ക് ഫുഡ് പ്രത്യാശ പ്രകടിപ്പിച്ചു. വീണ്ടും പലിശ നിരക്ക് കുറയ്ക്കാനൊരുങ്ങി ബാങ്ക് ഓഫ് കാനഡ. പണപ്പെരുപ്പം കുറയുകയും സാമ്പത്തിക വളർച്ച തൽസ്ഥിതി തുടരുകയും ചെയ്യുന്നതിനാൽ ബാങ്ക് ഓഫ് കാനഡ ഈ ആഴ്ച പലിശ നിരക്കിൽ 2ാം ഡോസ് ഇളവ് പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. പണപ്പെരുപ്പ നിരക്ക് 2.7% കുറഞ്ഞതായി നേരത്തെ കണ്ടെത്തിയിരുന്നതിനാൽ ആനുപാതികമായി പലിശ നിരക്കിലും ഇളവ് പ്രഖ്യാപിച്ചേക്കുമെന്ന് സാമ്പത്തിക വൃത്തങ്ങൾ നിരീക്ഷിക്കുന്നു. ബുധനാഴ്ചയാണ് അടുത്ത പലിശ നിരക്ക് പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നത്. അവർ സുരക്ഷിതരായി തിരിച്ചെത്തി. ന്യൂ ഫൗണ്ട്ലാൻഡിലെങ്ങും ആഘോഷം. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ലൈഫ് റാഫ്റ്റിൽ ഏകദേശം 48 മണിക്കൂറോളം കുടുങ്ങിയ 7 മത്സ്യത്തൊഴിലാളികൾ മരണത്തെ തോൽപ്പിച്ച് മടങ്ങിയെത്തി. എലൈറ്റ് നാവിഗേറ്റർ എന്ന മത്സ്യബന്ധന ബോട്ടും അതിലെ 7 ജോലിക്കാരെയും കടലിൽ മീൻപിടുത്തം നടത്തുമ്പോൾ വ്യാഴാഴ്ച രാത്രിയോടെ കാണാതാവുകയായിരുന്നു. മത്സ്യബന്ധനത്തിനിടെ ബോട്ടിൽ അഗ്നിബാധ ഉണ്ടാവുകയും ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ലൈഫ് ബോട്ടിൽ രക്ഷപ്പെടുകയുമായിരുന്നുവെന്ന് അത്ഭുതകരമായ ഈ രക്ഷപ്പെടലിന് ദൈവത്തോട് തങ്ങൾ കടപ്പെട്ടിരിക്കുന്നുവെന്നും രക്ഷപ്പെട്ടെത്തിയ 7-അംഗ സംഘം അറിയിച്ചു. സാമ്പത്തിക മാന്ദ്യമല്ല, ജനസംഖ്യ വർധനവാണ് കാനഡയുടെ സമ്പദ് വ്യവസ്ഥയെ പിന്നോട്ടടിക്കുന്നതെന്ന് വിദഗ്ധർ. കാനഡ സാമ്പത്തിക മാന്ദ്യത്തിലോ? ആണെന്നും അല്ലെന്നും 2 പക്ഷമുണ്ടെങ്കിലും കനേഡിയൻ സമ്പദ് വ്യവസ്ഥ അനുദിനം അഭിവൃദ്ധി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് സാമ്പത്തിക വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ മാന്ദ്യമെന്ന തോന്നൽ ജനസംഖ്യാ വർധനവിൽ ഉണ്ടായിരിക്കുന്ന മുന്നേറ്റം മൂലം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന പദമാണെന്നും പ്രതിശീർഷ വരുമാനം അളക്കുമ്പോൾ ജനസംഖ്യാ വർധനവിന് ആനുപാതികമായി വളർച്ച രേഖപ്പെടുത്താൻ കഴിയാതെ പോകുന്നെന്നും 2022 2ാം പാദത്തിൽ നിന്ന് ഈ വർഷത്തെ 1ാം പാദത്തിലേക്ക് കാനഡയിലെ ജനസംഖ്യ 6% വർദ്ധിച്ചു. GDPയുടെ പകുതിയിലധികവും ഉപഭോക്തൃ ചെലവുകൾക്കായി വകമാറ്റപ്പെടുന്നതും കണക്കുകളിൽ മാന്ദ്യസൂചനയെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ടെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. പാർലമെന്റ് മുതൽ ചെങ്കോട്ട വരെ ബോംബിട്ട് തകർക്കും. മലയാളി എംപിമാർക്ക് ഖലിസ്ഥാൻ ഭീഷണി സന്ദേശം. പാർലമെന്റിന്റെ വർഷകാല സന്ദേശം തുടങ്ങാനിരിക്കെ പാർലമെന്റിലും ചെങ്കോട്ടയിലും സ്ഫോടനം നടത്തുമെന്ന് ഖലിസ്ഥാൻ ഭീഷണി. ഖലിസ്ഥാൻ തീവ്രവാദ സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസിന്റെ പേരിലുള്ള സന്ദേശം മലയാളി എംപിമാർക്കാണ് ലഭിച്ചത്. രാജ്യസഭാ എംപിമാരായ V ശിവദാസനും AA റഹീമിനുമാണ് സന്ദേശം ലഭിച്ചത്. ഞായറാഴ്ച രാത്രി 11:30 GOK പട്വൻ സിംപന്നു സിഖ് ഫോർ ജസ്റ്റിസ് ജനറൽ കൗൺസിൽ എന്ന പേരിലുള്ള സന്ദേശം ലഭിച്ചത്. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ജനറൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കറി ഹൗസ് മിസിസാഗ, ജോജു അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ, ഗോപിനാഥൻ പൊന്മനടിയിൽ, രുദ്രാക്ഷ ജം എക്സ്പേർട്ട്. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥ പ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.